അതിനകത്ത് ഞങ്ങൾക്ക് കടമെടുക്കാൻ എല്ലാ സർക്കാരും കടമെടുക്കണ്ടേ? ആ കടമെടുക്കാനുള്ള തുക നല്ലൊരു ഭാഗം ഈ കിഫ്ബിക്ക് വേണ്ടി തിരിച്ചടക്കണം. ഇതാണ് സ്ഥിതി. ആ കിഫ്ബി ഉണ്ട്, എന്നിട്ട് അതൊരു പ്രത്യേകമായ സാമ്രാജ്യം. ധനകാര്യ വകുപ്പോട് യാതൊരു ബന്ധമില്ല, ധനകാര്യ വകുപ്പിലേക്ക് ഫയൽ വരില്ല, പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ലാതെ ഒരു പ്രത്യേകമായ വേറൊരു സാമ്രാജ്യം, വേറൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്, അങ്ങ് നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കണം. അത് സ്റ്റേറ്റ് എക്സ്ചക്കറിനെ ഏതെല്ലാം തരത്തിൽ ഭരണകക്ഷിയിലായിരുന്നുവെങ്കിലും അന്ന് ഇപ്പോ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ അംഗം അദ്ദേഹം അതിനെ വളരെ ഭംഗിയായിട്ട് അതിന്റെ കുറവുകൾ അന്ന് മനസ്സിലാക്കിയ ആളാണെന്നാണ് എന്റെ വിചാരം. അന്ന് നിങ്ങൾ ആലോചിക്കണം, മുൻ മന്ത്രിയായിരുന്ന സി മുഹമ്മദ് റിയാസ് ഇവിടെ ഇരിക്കുന്നു. PWD എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അങ്ങ് PWD മന്ത്രിയായിരുന്നു. നന്നായി ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ നിന്നുള്ള ഈ വർക്കെല്ലാം എടുത്തിട്ട് പുറത്ത് ഇതുപോലത്തെ ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്ത് വലിയ തുക മേടിച്ച് 9%, 9.72% പലിശയ്ക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 6% പലിശയ്ക്ക് ബാങ്കിലിടുക, ആ പലിശ കൊടുക്കുക. ആരാണ് അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്? ബജറ്റിലാണ് അതിന്റെ മുഴുവൻ ബാധ്യത വന്നിരിക്കുന്നത്. മുഴുവൻ ബാധ്യത അതിന് ആ വർക്കിലൊക്കെ ഉണ്ടായിരിക്കുന്ന അൺനെസസറി ആയിട്ടുള്ള ഡിലേ ഇല്ലേ, ഭയങ്കര ഡിലേ ആണ്. PWDയിൽ ഡിലേ വരുന്നത് എപ്പോഴും ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാലേ. ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് PWDക്ക്, ഇപ്പോഴും ഉണ്ട് ഒരു സിസ്റ്റം. കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കുറെ കൂടെ ഭംഗിയാക്കുക. ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാൽ അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റ് അയാളെ മാറ്റി പിന്നെ ഒരു പുതിയ ടെൻഡർ വെച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ ആ സിസ്റ്റം എല്ലാം തകർത്ത് അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഇന്നിപ്പോ ഞങ്ങളുടെ തലയിലിരിക്കുകയാണ്. ഉള്ള കാര്യം പറഞ്ഞതാണ്. അത് ഞാൻ എല്ലാ MLA-മാരും കൂടി അറിയാൻ പറയാണ്. അത് ഒന്നുകൂടി പരിശോധിച്ച് വിദഗ്ധാഭിപ്രായങ്ങൾ കൂടി തേടി ആർക്കും ദോഷമില്ലാത്ത കാര്യത്തിൽ സ്റ്റേറ്റിനും ചെയ്ത വർക്കുകൾക്കും ഒന്നും ദോഷകരമല്ലാത്ത രീതിയിൽ എല്ലാ MLA-മാർക്കും ടെൻഷനാണ്. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പെട്ടവർക്ക് വർക്ക് അവാർഡ് ചെയ്തു, ചിലത് AS കൊടുത്തു, ചിലത് TS കൊടുത്തു, ചിലത് ആകാശത്തും ഭൂമിയിലല്ലാതെ ചില വർക്ക് നിൽക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഭീതിയാ. നമുക്ക് ആർക്കും ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഒന്നുകൂടി പഠിക്കണം. ഒന്നുകൂടി പഠിച്ച് വളരെ വേഗത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ നയപ്രഖ്യാപന പ്രസംഗം കേട്ട് നിരാശ വന്നു. അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഇത് പ്രതീക്ഷയുണർത്തുന്ന ഒരു നയപ്രഖ്യാപനമാണ്. ഇനി BJP പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. നല്ലത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഏതെങ്കിലും രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനത് നോക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചത്. പിന്നെ രാഷ്ട്രീയ ദുരൂഹത ഉണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങയോട് ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. ഈ കണക്ക് തരുന്ന സമയത്ത് അങ്ങ് നിയമത്തെ ഒരു കണക്ക് പറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി 3 എടുത്തു. നിങ്ങൾ നിയമത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ? നിയമത്ത് ഞങ്ങളുടെ മാത്രമാണ് വോട്ട് കുറഞ്ഞത്. LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? LDF-ന്റെ വോട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോ അങ്ങയുടെ ഉപദേശകരെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു കാര്യം കൂടി പറയാം. ചാത്തന്നൂര് ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ LDF-ന്റെ 11,771 വോട്ട് താഴോട്ട് പോയി. അപ്പൊ നേരത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചാത്തന്നൂരത്തെ കാര്യം പറയണ്ടേ? കഴക്കൂട്ടത്ത് UDF 4,188 കൂടുതൽ മേടിച്ചു. നിങ്ങളുടെ വോട്ട് എത്ര പോയെന്നറിയാമോ? 17,556. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് നമ്മൾ 2 പേരെ കുറഞ്ഞു. മനസ്സിലായ? പിന്നെ അല്ല, നേമത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 2 ഞങ്ങളുടെ വോട്ട് കൂടി. ചാത്തന്നൂരും കൂടി, കഴക്കൂട്ടത്ത് നമ്മുടെ കൂടി. ഭയങ്കരമായിട്ട് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് 17,554, ചാത്തന്നൂര് 11,771 പോയി. അപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞ വാദഗതി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ജയിപ്പിച്ചാണ് അവരെ 3 പേരെ. കറക്റ്റാണ്, അതാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിച്ചാണല്ലോ.
ഞങ്ങള് 3-ാം സ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾ അന്നും 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരെ സഹായിപ്പിച്ചത്. അന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളാണ് ഓൺ എ സിൽവർ പ്ലാറ്റർ ഒരു വെള്ളിത്താളത്തിലാക്കി നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റുകൾ BJPക്ക് സമ്മാനിച്ചു ആണ്. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ അതാണ് നിങ്ങളാണ് കൊടുത്തത്. അതിനെയാണ് ഞങ്ങൾ ഡീലാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കണക്കുകൾ കൃത്യമായിട്ടുണ്ടാവും. ആർക്കും മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ച് പറയുന്നില്ല. ആര്യാടെ ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് 2ാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ, ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ ആണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് കിടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. വളരെ നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ ഒരാക്രമണം സോവിയറ്റ് യൂണിയന് നേരെ വന്നാൽ അത് പിടിച്ചു നിൽക്കാനുള്ള വിഷമം അന്ന് സോവിയറ്റ് യൂണിയനുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തൽക്കാലം ആക്രമണം വരാതിരിക്കണം. എന്നാൽ എന്തു ചെയ്തു? ആക്രമണം വരുന്നാൽ അതിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിൻ്റെ ഭാഗമായി ആ താൽക്കാലിക സന്ധി എന്തിനുപയോഗിച്ചു? സോവിയറ്റ് യൂണിയനെ അതിശക്തമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. അങ്ങനെയാണ് ജർമ്മൻ സേന മോസ്കോവിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തിയെങ്കിലും അവിടുത്തെ ചെമ്പടക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ആ കരുത്താർജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതങ്ങ് മറക്കാതിരിക്കും. സൂചിപ്പിച്ചതുപോലെ അങ്ങ് പറഞ്ഞാൽ അതൊരു അടവ് നയമായിരുന്നു സ്റ്റാലിന്റെ എന്ന. സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അധികം നാളൊന്നല്ല, 1917 അല്ലേ? റഷ്യൻ റവല്യൂഷൻ 1917 അതിനുശേഷം ഒരുപാട് നാളായി അവർ സെറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേരും ഒരേ പണിയാണ് ചെയ്തിരുന്നത്. സ്റ്റാലിൻ ചെയ്തിരുന്നതും ഹിറ്റ്ലർ ചെയ്തിരുന്നതും ഒരേ ജോലിയാണ്. എതിരാളികളെ കൊല്ലുക, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു. അറിയത്തില്ലേ? സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു, PBയിലുള്ളവരെ കൊല്ലുമായിരുന്നു, നാട് കടത്തുമായിരുന്നു. രണ്ടുപേരും ചെയ്തിരുന്ന ഒരു നല്ല ഒരേപോലത്തെ പരിപാടിയാണ്. ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയുന്നത് നല്ല യോജിച്ച പാക്ട് ആയിരുന്നു. രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഫാസിസത്തിനെതിരായി ലെറ്റ് മീ കൺക്ലൂഡ്. ഫാസിസത്തിനെതിരായി നാസിസത്തിനെതിരായിട്ടൊന്നും ഒരു നിലപാടും സ്റ്റാലിൻ ഉണ്ടായിരുന്നില്ല. സ്റ്റാലിൻ ചെയ്തിരുന്നത് അത് തന്നെയാണ്. മന്ത്രിമാർക്ക് വരെ ഭയമായിരുന്നു. ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എത്രയോ പേരെ നാട് കടത്തി. സൈബീരിയ ഉണ്ടായത് എങ്ങനെയാണ്? സൈബീരിയയിലേക്ക് ആളുകളെ നാട് കടത്തുമായിരുന്നു. മുഴുവൻ ആളുകളെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവിടെ മുഴുവൻ. ഞാൻ അങ്ങക്ക് എല്ലാം തെളിയിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്
ഈ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ലോകത്തെ ഈ വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണാതെ പറയുന്നത്. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. എനിക്ക് വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതാണ് സംഭവം, അല്ലാതെ അടവും നയമൊന്നും അല്ല. അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ ഹിറ്റ്ലർ കൺസിസ്റ്റന്റ് അല്ല. ഇത് ഇന്നെടുക്കുന്ന തീരുമാനം നാളെ അല്ല. അതുകൊണ്ട് അയാൾ ഒരു ദിവസം കയറി അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഇവരിപ്പുറത്തോട്ട് കൂടിയത്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ പറഞ്ഞതുപോലെ മോസ്കോയിൽ മഴ പെയ്താൽ ഇവിടെ കൊച്ചിയിൽ കുട പിടിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുട പിടിക്കും. അതായിരുന്നു. സ്വന്തമായിരുന്ന നയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാജ്യത്തെ ഭയങ്കരമായി സ്നേഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി ഇന്ത്യയിൽ 1947. 48 നിങ്ങളെടുത്ത തീരുമാനം എന്താ? കൽക്കട്ട തീസിസ്. എന്താ തീരുമാനം? നാട് മുഴുവൻ അട്ടിമറിക്കാൻ, അല്ലെ? പാവപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ അട്ടിമറിക്കാൻ, ബോംബ് വെച്ച് അട്ടിമറിക്കാൻ, സായുധ വിപ്ലവം നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ കൽക്കട്ട തീസിസ് നടപ്പാക്കി രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ബാലാധിഷ്ഠതകളിൽ നിന്ന് വിങ്ങുമ്പോൾ ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടിമെതിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ PL-480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ, ആരോഗ്യം കൊടുക്കാൻ പ്രയാസപ്പെടുന്നൊരു കാലത്ത്, കഷ്ടപ്പെടുന്നൊരു കാലത്ത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് ദയവേത് പറയും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സർ, മഹാത്മാഗാന്ധിയൊക്കെ അവര് ബ്രിട്ടീഷുകാരോട് പോരാടുമ്പോൾ തന്നെ കോൺഗ്രസിനൊരു ഐഡിയോളജി ഉണ്ട്. എന്താണ്? ഫാസിസത്തിനും നാസിസത്തിനും എതിരായിട്ടുള്ള ഒരു ഐഡിയോളജി. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ പോരാടുമ്പോൾ അത് അപകടകരമാണ് എന്ന് പറയുമ്പോൾ, സാമ്രാജ്യത്വം അപകടകരമാണ് എന്ന് പറയുമ്പോൾ, അതിനേക്കാൾ അപകടമാണ് ലോകത്ത് ഫാസിസം കൊടികുത്തി വാഴുന്നത്, ഫാസിസം ലോകത്ത് വളരുന്നത് ലോകത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തി മഹാത്മാഗാന്ധിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ലോകത്തെ പ്രത്യയശാസ്ത്രങ്ങളെ, ലോകത്തെ എല്ലാ ഇസങ്ങളെയും, ലോകത്തിന്റെ ചരിത്രത്തെ മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കി അറിയാമായിരുന്ന നേതാക്കളായിരുന്നത് കൊണ്ടാണ് അവർ ഏറ്റവും സുചിന്തിതമായ തീരുമാനം, അഭിമാനകരമായ തീരുമാനം എടുത്തത് എന്ന് മാത്രം ഓർപ്പിക്കുന്നു. മലബാർ കലാപത്തിൽ ഒറ്റുകാരായിരുന്നില്ല കോൺഗ്രസുകാർ. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് ഞാനിവിടെ എണ്ണി പറയാം. അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ, കേളപ്പജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ, അവിടെ നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുടെ പേരുകൾ, ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട കോൺഗ്രസുകാരുടെ പേരുകൾ പറയാം. ആ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത അവരെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റുകാരായിരുന്നില്ല സാർ. അവര് ഒറ്റുകാരായിരുന്നില്ല. അവർ ഒറ്റുകാര് ഈ സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് നടക്കുന്ന കാലത്ത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഒറ്റിക്കൊടുക്കാൻ നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കാരണം അല്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സ്റ്റാലിൻ മറ്റേ നിലപാടെടുത്തേക്കണം അവിടെ. ഇപ്പൊ ഇവിടെ വേറെ നിലപാടെടുക്കാൻ പറ്റുമോ? അവർ ആ നിലപാടെടുത്ത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, ഈ നയപ്രഖ്യാപനം ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ഡിക്ലറേഷനാണ്. കുറവൊക്കെ ഉണ്ടാവും. കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന MLA-മാരും പ്രതിപക്ഷ നേതാവും മറ്റ് ഭരണകക്ഷി MLA-മാർ എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെയൊക്കെ പരിഗണിച്ച് ബജറ്റിൽ അതിന്റെ കുറവ് കൂടി ഇല്ലാതാക്കും. ആ കുറവ് കൂടി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ആദ്യമായി ഈ നിയമസഭയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ നിയമസഭ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. MLA-മാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തണം. നല്ല കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിലും സ്വകാര്യത്തിലെങ്കിലും പറയണം, നന്നായിരുന്നു. തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടണം. ശരി, അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ ഞങ്ങളത് കറക്റ്റ് ചെയ്യും. നമുക്ക് കേരളത്തിനൊരു മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുണ്ടാകണം. സാർ, എനിക്ക് അഭിമാനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഞങ്ങളുടെ ടീം UDF എടുത്ത ഒരു സുപ്രധാനമായ നിലപാടുണ്ട്. ആ നിലപാട് അഡമന്റ് ആയിട്ടുള്ള സെക്യുലർ നിലപാടാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ്.
ഞങ്ങൾ ഒരാളായിട്ട് കോംപ്രമൈസ് ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ചിലർ വന്നു. ഞങ്ങൾ പറഞ്ഞു, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു ഞങ്ങൾ. സാർ, അതിന് മതേതര കേരളം നൽകിയ അംഗീകാരമാണ് ഞങ്ങളുടെ ഈ ഉജ്ജ്വലമായ വിജയം. മതേതര കേരളം, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു മതേതര സ്വഭാവം, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള കേരളത്തിൽ എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം. ഞാൻ ഈ നിയമസഭയ്ക്ക് ഉറപ്പ് നൽകുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനിയുള്ള കാലത്ത് ഒരു കോംപ്രമൈസും വർഗീയതയുമായി ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. വർഗീയതയെ അതിന്റെ മുഖം നോക്കി വിമർശിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ നന്ദി പ്രമേയത്തിന് ഒരിക്കൽ കൂടി പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നന്ദി പ്രമേയ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾ എഴുതിത്തന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഒന്നും പ്രസ് ചെയ്യുന്നില്ല എന്ന് ധരിക്കുന്നു. ഇനി ശ്രീ എം വിൻസെന്റ് അവതരിപ്പിച്ച ഉപക്ഷേപം പാസാക്കാമോ എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. പോള് വേണം. ആരാ പോൾ ആവശ്യപ്പെട്ടത്? ഓക്കെ, പോൾ.